ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെവിടെ റബ്ബർ തോട്ടം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങളിവിടെ ഈ റബ്ബർ തോട്ടത്തിനകത്ത് ഒരു ചെറിയ വീടൊന്ന് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. താമസിക്കാനല്ല കേട്ടോ, വേറൊരു പരിപാടിയാണ് ഞങ്ങളിവിടെ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടെ അത് കാണിക്കണമല്ലോ അല്ലേ, അതിനായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ഈ ഇടയായിട്ട് എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ മഷ്റൂം കുക്ക് ചെയ്യുന്നതും അതും ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചതാണ്, ഇതെവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, വീട്ടിലാണോ, ഇതിന് സെപ്പറേറ്റ് റൂമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടിയും കൂടെയാണ് ഇത്. ആദ്യമായിട്ട് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത് നമ്മുടെ വീടിൻ്റെ തന്നെ പുറവശത്ത് ഒരു ചെറിയ അടുക്കള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ലയെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനൊരു വീട് റെൻറ്റിനെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടല്ലോ. 3 റൂമാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഹാളും 2 റൂമും. ഈ ഹാളിൽ ബെഡൊക്കെ ഹാങ് ചെയ്തിട്ടേക്കുകയാണ്. ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല കേട്ടോ. ഞങ്ങൾ ഒരു 1.5 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ 3 പേര്, ഞാനും ഹസ്ബൻഡും അതുപോലെ തന്നെ മോനും കൂടെ ഫുള്ള് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തുടങ്ങിയതാണിത്. ഡെയിലി ഒരു 10 ബെഡോ 15 ബെഡോ വെച്ചേ ഞങ്ങൾ ഇടാറുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഏകദേശം 200 അടുപ്പിച്ച് ബെഡുകളായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ബെഡുകളിൽ നിന്നൊക്കെ നമുക്ക് ഈൽഡ് കിട്ടിക്കഴിഞ്ഞു. ഒരു ഫസ്റ്റ് റൗണ്ട് നമ്മൾ മഷ്റൂം പറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനിയും 1-2 പ്രാവശ്യവും കൂടെ ഇതിൽ നിന്ന് നമുക്ക് മഷ്റൂം കിട്ടും. പിന്നെ ഓരോ ദിവസവും ഹാങ് ചെയ്യുമ്പോഴല്ല, നമ്മൾ വിത്തിടുമ്പം തന്നെ ആ ദിവസത്തിൻ്റെ ഡേറ്റ് നമ്മൾ ഇതിൽ കുറിച്ചിടും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. വലിയ സെറ്റപ്പൊന്നും അല്ല കേട്ടോ, ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. കാറ്റാടി കമ്പൊക്കെ വെച്ച് കെട്ടിയാണ് ഞങ്ങളിത് ഹാങ് ചെയ്തിട്ടേക്കുന്നത്. എത്രത്തോളം വിലക്കും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും തൽക്കാലത്തേക്ക് ഞങ്ങൾ അധികം ഇൻവെസ്റ്റ് ചെയ്യാതെ തുടങ്ങിയിരിക്കുന്ന പരിപാടിയാണ്. പിന്നെ ഏതൊരു ബിസിനസ് ആകുമ്പോഴും ആദ്യം നമ്മൾ കുറച്ച് മുതൽ മുടക്കണമല്ലോ. അപ്പം ഞങ്ങൾ നല്ല ടൈറ്റിലായിരുന്നു. പക്ഷേ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എനിക്ക് കട്ട സപ്പോർട്ട് ചെയ്തു. ഫിനാൻഷ്യലി എനിക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പല ഫ്രണ്ട്സും, ഈവൻ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ലാത്ത എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഇപ്പോൾ ഇത് മഷ്റൂം വാങ്ങിക്കാനാണെങ്കിലും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഞാനൊന്ന് താങ്ക്സ് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. പിന്നെ ലേബർ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 1 രൂപ പോലും ആയിട്ടില്ല കേട്ടോ. ഇത് മുഴുവനും ഞങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതെല്ലാം കെട്ടിത്തൂക്കാനും ഉറി കെട്ടാനും അതുപോലെ ബെഡിടാനും വിത്തിടാനും എല്ലാം ഞങ്ങൾ തന്നെയാണ്. രാത്രി 11:30 ആവും കേട്ടോ ഡെയിലി ഒന്ന് കിടക്കാനായിട്ട്. ഈവൻ ഞങ്ങളുടെ മോൻ പോലും കട്ട സപ്പോർട്ടാണ്. അവനൊരു 7:30 ആകുമ്പോൾ അവൻ്റെ സ്റ്റഡി പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ ഞങ്ങളുടെ കൂടെ കൂടും. അങ്ങനെ ഞങ്ങളൊരു 10-11 മണിയാകുമ്പോഴത്തേക്കാണ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് 3-4 നേരം, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാം വെള്ളം അടിക്കണം. അതിപ്പോൾ ഏകദേശം 3/4 മണിക്കൂറോളം ആവുന്നുണ്ട് വെള്ളം അടിക്കാനായിട്ട്. പിന്നെ അതിനായിട്ട് ഞങ്ങളിവിടെ ഒരു ഫോഗർ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു റൂം ടെമ്പറേച്ചർ കുറച്ചൊരു കൂളാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ട്. ഇതിനൊരു 3000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇപ്പോൾ തികയത്തില്ല, കാരണം ഇപ്പോൾ നല്ല ചൂട് കാലമാണ്. ഇതിനെക്കാട്ടി വലുത് വേണം. പക്ഷേ ഇച്ചിരി ടൈറ്റ് ആയത് കാരണം ചെറുതിലിപ്പോൾ ഒതുക്കിയിരിക്കുന്നു. ഇനി എന്തായാലും ഒരു കുറച്ചുകൂടെ വലിപ്പമുള്ളത് നല്ല രീതിയിൽ ഈ റൂം മൊത്തം ഒന്ന് ഇതാക്കാനുള്ളത് നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ റൂമിനകത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു എയർ സർക്കുലേഷൻ വേണം. ഞങ്ങളിത് അടച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് തുറക്കത്തില്ലല്ലോ. അത് കാരണം ഞങ്ങളിപ്പോൾ ജനലെല്ലാം ഓപ്പൺ ചെയ്തിട്ടിട്ട് അവിടെ ഒരു ഗ്രീൻ നെറ്റ് അടിച്ചിട്ടിട്ടുണ്ട്. എല്ലാ ജനലുകളും ഓപ്പൺ ചെയ്ത് ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എയർ ഉള്ളിൽ കയറി പോകാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മഷ്റൂം ഈൽഡ് കിട്ടിയപ്പോഴുണ്ടല്ലോ, ഈ മഷ്റൂം എല്ലാം ഇങ്ങനെ വിരിയാതെ ഇങ്ങനെ പോലെയായി. അപ്പോൾ നമുക്ക് വെയിറ്റും കിട്ടത്തില്ല, അതൊരു കാണാനും ഭംഗിയില്ല, അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് സെർച്ച് ചെയ്തിട്ട് മനസ്സിലായത് നമുക്ക് എയർ സർക്കുലേഷൻ വേണം, അതുപോലെ എക്സോസ്റ്റ് ഫാൻ വേണമെന്നൊക്കെ. പിന്നെ ഒരു സെറ്റപ്പ്, പിന്നെ ഒരു ഫാനൊക്കെ മേടിച്ച് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ എക്സ്ട്രാ കൊണ്ട് ഒരു വീട്ടിൽ പഴയത് കിടന്ന ഒരു കതക് ഞങ്ങൾ മുറിച്ച് അവിടെ എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്തതാണ്. ഇത് ഞങ്ങളുടെ ഡാർക്ക് റൂമാണ് കേട്ടോ. ഡാർക്ക് റൂം എന്ന് പറഞ്ഞാൽ ഈ ബെഡുകളുണ്ടല്ലോ, നമ്മൾ ആദ്യം ബെഡുകൾ ഇട്ടിട്ട് ഒരു 15 ദിവസം ഇത് ഡാർക്ക് റൂമിനകത്ത് വെക്കണം. അധികം ഓക്സിജൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെ അടച്ചിട്ടിരിക്കും എപ്പോഴും. ഇതിപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് വെട്ടം, അല്ലെങ്കിൽ ഈ റൂം നല്ല ഇരുട്ടാണ്. ഒരു 15 ദിവസം നമ്മൾ ഈ ബെഡുകൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ വെച്ച് ഒതുക്കി വെച്ചിരിക്കും. 15ാമത്തെ ദിവസം നമ്മൾ ഈ ബെഡിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് അതിനകത്തിരിക്കുന്ന മോയ്സ്ചറൊക്കെ കളഞ്ഞിട്ട് അത് നന്നായിട്ട് കെട്ടി, പിന്നെ ഈ ബെഡിൽ ഒരു 4-5 ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ടല്ലോ ഉറി പോലെ ഒരു സംഭവം, അതിനകത്തോട്ട് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. പിന്നീട് ഒരു 4-5 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മഷ്റൂം വരാൻ തുടങ്ങും. ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങൾ ചെയ്തെങ്കിലും ഞങ്ങൾ
ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് ഈൽഡ് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം ചൂടാണ്, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ നമുക്ക് വലിയ ഹ്യൂമിഡിഫയർ ഇല്ല. പിന്നെ കുറച്ച് ബെഡൊക്കെ കണ്ടാമിനേഷനായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ ആയാലും ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു 10 രൂപ വരുമാനം കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കടകളിൽ കൊണ്ട് കൊടുത്താലും അല്ല നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ആരെങ്കിലും മേടിച്ചാലും എന്തായാലും നല്ല ഹാപ്പിനെസ്സാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്പ്രിങ്ക്ലർ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല, കൈകൊണ്ട് തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുകയാണ്. ഓരോ ബെഡും ഇങ്ങനെ 3-4 പ്രാവശ്യം ഒരു ദിവസം സ്പ്രേ ചെയ്യണം. അത് തന്നെ ഒരു ചടങ്ങാണ് കേട്ടോ. ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അതുപോലെ കൈയൊക്കെ നല്ല വേദനിക്കുന്നുണ്ട്. എന്തായാലും എല്ലാം സഹിച്ച് ചെയ്യുവാണ്. എന്തായാലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും നല്ല ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളുടെയും കട്ട സപ്പോർട്ടും പ്രയേഴ്സും എല്ലാം വേണം. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടെ നന്ദി പറയുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.